ഹലോ നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ദാവുളി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇന്നലെ രാത്രി വന്ന് ഇവിടെ കിടന്നുറങ്ങിയതാണ്. ഇവിടെ ഒരു ചെറിയൊരു ബുദ്ധിസ്റ്റ് സ്തൂപമുണ്ട്, അത് കാണാൻ വേണ്ടി രാത്രി വന്നതാണ്. രാത്രി ആകുമ്പോഴത്തേനും അവിടെ അടച്ചു, പാർക്കിങ്ങിൽ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ഇന്ന് നേരം വെളുത്തതാ ഫസ്റ്റത്തെ ആൾ ഞാൻ തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഒരു മനുഷ്യനില്ല, ബാരിക്കേഡ് മാത്രമുണ്ട്. പിന്നെ ഇതാ കുറച്ച് സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ആ സ്തൂപം കാണാൻ പറ്റും കേട്ടോ. അടിപൊളി, ഒന്നും പറയാനില്ല. ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് ആ ബാക്ക് സൈഡിൽ ഇങ്ങനെ സൂര്യോദയം വരുന്നതിൻ്റെ ആ ഒരു വെളിച്ചമൊക്കെ കാണാൻ പറ്റും. ചെറിയൊരു ബോർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷന് കാര്യങ്ങളൊക്കെ. പണ്ട് കലിംഗ വാറിന് ശേഷം അശോക ചക്രവർത്തി ബുദ്ധിസം സ്വീകരിച്ചത് ഇവിടെ നിന്നൊക്കെയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. എന്തായാലും കാണാൻ അടിപൊളിയാണ്. എല്ലാവരും ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ, എന്തായാലും ഭുവനേശ്വർ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണുക. അടുത്താണ്, റോഡ് സൈഡിലാണ്. നമുക്ക് ഇഷ്ടംപോലെ ബുദ്ധൻ്റെ കുറച്ച് പ്രതിമകളൊക്കെ, 4 ഭാഗത്തും വ്യത്യസ്തമായ ഓരോ പ്രതിമകളൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ 4 വശങ്ങളിലായിട്ട് ഇതേപോലെ സിംഹങ്ങളുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്നറിയില്ല. എനിക്കൊന്നീ മേളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ നോക്കുന്ന ഒരു നമ്മൾ ഫുള്ളായിട്ടുള്ള വ്യൂ, ടൗണിൻ്റെ ഒരു വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെറ്റപ്പിലാക്കിയതായിരിക്കും. കാണാൻ കൊള്ളാം. 4 ഭാഗത്തേക്കും ഇതേപോലെ സിംഹങ്ങളുണ്ട്. സിംഹമൊന്നും ഒരു രക്ഷയില്ല. ആ ഒരു വെയിലടിക്കുന്ന സമയത്ത് ഗോൾഡൻ കളറിൻ്റെ ഒരു ഭയങ്കര എഫക്റ്റാണ്. സൂര്യൻ അത് ഉദിച്ച് വരുന്നുണ്ട്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഭുവനേശ്വർ സൈഡൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. എനിക്ക് കൂട്ടായിട്ട് 2 പട്ടികളുണ്ടായിരുന്നു, അവരവിടുന്ന് കടി കൊടുന്നു. ഞാനിങ്ങനെ വെറുതെ ഇതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അടിപൊളി വ്യൂ, ഒന്നും പറയാനില്ല. ഇത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ബുദ്ധൻ്റെ പ്രതിമയാണ് കേട്ടോ. 4 ഭാഗത്തും 4 എണ്ണമാണ്. ഇതാ ഇവന്മാർ കടിയൊന്നും നിർത്തിയില്ല, ഇവന്മാർ കടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ആകെ സുഖം മാത്രമല്ല കേട്ടോ. പിന്നെ അവിടുന്ന് വേണമെങ്കിൽ നമുക്കിങ്ങനെ താഴോട്ടുള്ള വ്യൂ ഒക്കെ ആസ്വദിച്ചിരിക്കാം എന്ന് മാത്രം. ഞാൻ പിന്നെ അധികം സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് പെട്ടെന്ന് അടുത്ത സ്പോട്ടുകൾ പിടിച്ച് രാവിലെ തന്നെ കവർ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ പോലീസിന് ഫൈൻ കൊടുത്ത് സമയം കളയണ്ടല്ലോ. അതുകൊണ്ട് രാവിലെ ഇതാ ബുദ്ധനെ കണ്ട് അനുഗ്രഹമായി നമ്മളിതാ പുറപ്പെടുന്നു. രസമാണ് കേട്ടോ. വാളുകളിലെല്ലാം ചെറിയ എന്തൊക്കെയോ കൊത്തുപണി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് പൊതുവേ ഈ ബുദ്ധിസ്റ്റ് സ്തൂപങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഒന്നാമത് ഇവരുടെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര നീറ്റായിരിക്കും, ഭയങ്കര പീസ്ഫുള്ളായിരിക്കും. നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നും നമുക്ക് പോയി കഴിഞ്ഞാൽ. എന്തായാലും നമ്മൾ താഴോട്ട് ഇറങ്ങാം കേട്ടോ. ഇവിടെ രാത്രി 6 to 7 ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയൊക്കെ ഉണ്ട്. അതായത് ലേസർ ഷോ ഇല്ലേ, പെർ ഹെഡ് 25 രൂപയെ കൊടുക്കണ്ടു. അത് എൻ്റെ ഒരു ബോർഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബോർഡ്. അപ്പോൾ അത് ഇനി വരുന്നവർക്ക് വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഏറ്റവും രാവിലെ വന്നതുകൊണ്ട് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിതാ തിരിച്ചു പോവാണ്. ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല. അത്രയും രാവിലെയാണ്. ഇവിടെ ഒരു ചെറിയൊരു വെയിറ്റ് പോസ്റ്റ് ഉണ്ട് പോലീസിൻ്റെ. വേറൊന്നും ഇവിടെ കാണാനില്ല കേട്ടോ. വണ്ടി ഇവിടെ അനാഥപ്രേതം പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ട് കയറിക്കാം. ഇതതിന് തൊട്ട് മുട്ടിയിട്ട് ഒരു ചെറിയൊരു പാർക്ക് സെറ്റപ്പിൽ ചെയ്തൊരു സംഭവം കേട്ടോ. ഒന്നുമില്ല ഇവിടെ. ഒരു പാർക്ക് എന്ന് വെച്ചാൽ ചെറിയൊരു അശോകൻ്റെ എന്തോ പണ്ടകാലത്ത് എഴുതി വെച്ച എന്തോ സംഭവമാണെന്നാണ് പറഞ്ഞത്. ഒരു പാറയിൽ കുറച്ച് ഇൻക്രിപ്ഷൻസ് എന്തോ എഴുതി വെച്ചിട്ടുണ്ട് സംഭവം, അത്രേ ഉള്ളൂ. വേറൊന്നും കാണാനില്ല. ഞാൻ പിന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ്റെ ഒരു ബോർഡ് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഇതിനകത്തോട്ട് എന്തെങ്കിലും ഉണ്ടെന്ന്. സൂക്ഷിച്ച് നോക്കി നമുക്ക് മനസ്സിലായി പാറയിൽ കുറച്ച് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ആ പാറ ഒന്നും പ്രൊട്ടക്റ്റഡ് ആക്കിയിട്ട് വെച്ചിട്ട് അതൊരു പാർക്ക് പോലെ ഒരു സെറ്റപ്പ് അവരാക്കിയിട്ടുണ്ട്. എന്തായാലും ജസ്റ്റ് അതൊന്ന് കയറി കണ്ടു, കാരണം റോഡ് സൈഡ് തന്നെയാണ്. അതിനുശേഷം പോയത് നമ്മൾ നേരെ ലിംഗേശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിളാട്ടോ. ഇത് വളരെ പുരാതനമായിട്ടുള്ളൊരു ടെമ്പിളാണ്, ഒരു രക്ഷയില്ലാത്ത ടെമ്പിളാണ്. ഇതൊരു ടെമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ടെമ്പിൾ കോംപ്ലക്സ് എന്ന് വേണമെങ്കിൽ പറയണം. ഇതിനകത്തുള്ള ടെമ്പിൾസിനൊന്നും കണക്കില്ല. അയ്യോ, നമുക്ക് ഫോട്ടോഷൂട്ടൊന്നും അലൗഡല്ല, ക്യാമറ അലൗഡല്ല, ചെരുപ്പ് അലൗഡല്ല. അപ്പോൾ അങ്ങനത്തെ ഒന്നും ഇട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് പോകാനാണ് പരിപാടി കേട്ടോ. ഇത് പുറത്തുനിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓരോരോ ഫോട്ടോ എടുക്കുന്നതാണ്. ഇതൊക്കെ കയറി പോകുന്നിടത്തുള്ള ഓരോ സംഭവങ്ങളാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. പഴയ ടെമ്പിളാണ് കേട്ടോ, അടിപൊളിയാണ്. ഇതൊരു ശിവക്ഷേത്രം ആണെങ്കിലും ഇതിനകത്തുള്ള ടെമ്പിൾസിനൊന്നും ഒരു കണക്കില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. ഞാൻ അകത്ത് കയറി കണ്ടു, ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയണ്ട. 11th century AD ഉണ്ടാക്കിയതാണ്. ഒരു പഴയ ഒരു അമ്പലമാണ്.
അന്ന് റൂൾ ചെയ്തുകൊണ്ടിരുന്ന സോമവംശി എന്ന് പറഞ്ഞൊരു കിങ് ഡൈനാസ്റ്റി ഉണ്ടല്ലോ, അവരാണ് ഉണ്ടാക്കിയത്. സംഭവം ഒരു രക്ഷ ഉണ്ടായില്ല. എനിക്കത് എങ്ങനെയെങ്കിലും ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് നടക്കൂല. അമ്പലത്തിൻ്റെ കാഴ്ചകൾ വേറെ ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് വെച്ച് വിട്ടു കേട്ടോ. അടുത്തത് നമ്മൾ ഉദയഗിരി കേവ്സ്, അങ്ങനെ ഒരു കേവ് കാണാനാണ് പോകുന്നത്. ഉദയഗിരി ആൻഡ് കന്ദഗിരി കേവ്സ്. അതിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.